അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമകസ ഗൈറ ബഈദിൻ ഫഖാല അഹത്തു ബിമാ ലം തുഹിത് ബിഹി വജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അധീനതയിലുണ്ടായിരുന്ന ഒരു പക്ഷി ഹുദ്ഹുദ്, മരംകൊത്തി. ആ പക്ഷി സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ചില സംഗതികളാണ്. അങ്ങക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കുന്നു. സബയിൽ നിന്ന് ഉറപ്പുള്ള ചില വാർത്തകളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു പ്രവാചകൻ അറിയാത്തൊരു കാര്യവും കൊണ്ടാണ് ആര് വരുന്നത്? പക്ഷി, അതായത് മരംകൊത്തി പക്ഷി വരുന്നത്. എന്നിട്ട് അത് പ്രവാചകൻ ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം അല്ലാഹു തആല പറയുമ്പോൾ നമുക്കിതിൽ കുറേ പാഠങ്ങളുണ്ട്. അല്ലെങ്കിൽ ഖുർആൻ ആയത്തുകളെല്ലാം എന്താണ്? നമുക്കുള്ള പാഠങ്ങളാണ്. അതൊരു കഥ പറയാൻ വേണ്ടിയിട്ട് ഒരു സംഭവവും വിവരിച്ചിട്ടില്ല. എല്ലാം ആർക്കാണ്? എല്ലാം എന്താണ്? ആരാണോ അത് പാരായണം ചെയ്യുന്നത് അവർക്കുള്ള പാഠമാണ്. അപ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഒന്നും അറിയില്ല. നമ്മളറിവ് നേടിയതിനേക്കാൾ എത്രയോ ഉണ്ടത്ര എന്ത് നമ്മൾ നേടാത്ത അറിവുകൾ. ഇതിവിടെ പറയാൻ കാരണം, ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഒന്ന് ഖുർആൻ ക്ലാസ്സിലൊക്കെ ഒന്ന് പോയി തുടങ്ങുമ്പോൾ, കുറച്ച് ഖുർആനൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ഇസ്ലാമിക ക്ലാസ്സുകളൊക്കെ കേട്ടു തുടങ്ങുമ്പോൾ, ഇന്ന് പല വഴികളുണ്ടല്ലോ, കേട്ടും വായിച്ചും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ എന്താണ് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ കുറച്ചിങ്ങനെ പഠിച്ച് വരുമ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയോ അറിവ് നേടിയവളാണ് അല്ലെങ്കിൽ നേടിയവനാണ് എന്ന ഒരു ധാരണ. അപ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകളൊക്കെ മോശക്കാരാണ്, അവരൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന ഒരു അബദ്ധധാരണ വരിക. എന്നിട്ട് അതിനെക്കുറിച്ചിട്ടൊരു ഈ ഇസ്ലാമിക ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടാകുമ്പോൾ അവിടെ അതിനെക്കുറിച്ചിട്ട് എന്താവുക? അതൊരു സംസാര വിഷയമായിട്ട് മാറുക. അതായത് ആ ആളുകളെ, വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാര വിഷയമായിട്ട് മാറുക. അതല്ലാതെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഓരോ സംഗതികളും നമ്മുടെ വിഷയമാവണം. അതല്ലാതെ ഞാൻ പറയുന്നത് വ്യക്തികളെ കുറിച്ചിട്ട് എന്താവുക? ഒരു സംസാര വിഷയമായിട്ട് മാറുക. ഈ ആളുകളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് എന്താവുക? അവരുടെ തെറ്റുകൾ എന്താണ്, അവരുടെ ന്യൂനതകൾ എന്താണ് എന്ന് ചികഞ്ഞു നോക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുക. ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി തട്ടടാണ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം വിളിച്ച് നിർത്തിയിട്ട് 2 പ്രഭാഷണം നടത്തിയിട്ട് തട്ടടിക്കണമൊക്കെ ഒന്ന് തോന്നുക. അതുമല്ലെങ്കിൽ നിസ്കരിക്കാത്ത, അതായത് നിസ്കാരം എന്താണെന്ന് പോലെ ബേസിക് അറിയാണ്ട് നമുക്ക് ഈ നിസ്കാരം പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും അറിയാത്ത ഒരു ആളെ കാണുമ്പോൾ എന്താ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്താവുക? അതിനെ പറ്റിയിട്ട് നമ്മൾ റേസായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം പിടിച്ചു പോവുക. അവരിൽ നിന്ന് വരുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ കാണുമ്പോൾ, അവരറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. ആ തെറ്റുകൾ കാണുമ്പോൾ നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ എന്താവുക? ഇസ്ലാമിന് നേരെ വിരുദ്ധമായിട്ട് നമ്മൾ ഒച്ചത്തിൽ സംസാരിച്ചു പോവുക, അല്ലെങ്കിൽ ദേഷ്യം കാണിച്ചു പോവുക. അതിനൊക്കെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന ഒരു അബദ്ധധാരണയാണ് അതിൻ്റെയൊക്കെ കാരണം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ത്? ഞാൻ ഇനിയും കുറേ നേടാനുണ്ടത്രേ. ചിലപ്പോൾ ഞാൻ ഈ ആരെയാണോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആളിൽ നിന്ന് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത്, അറിവിൻ്റെ വിഷയത്തിൽ വലിയ തത്വം വാദിക്കുന്നവരോട് ഇങ്ങനെ പറയുക: നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, അതിലേറെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അജ്ഞരാണ്. ചിലപ്പോൾ നമ്മുടെ വിജ്ഞാന സദസ്സുകളിൽ പോലും എന്താണ് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വന്നു പോവാറുണ്ട്. ഇന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ന കൂട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നത് എന്താണ്? മോശമായിട്ടുള്ള സംഗതികളാണ്, അവർ മോശക്കാരാണ് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങൾ. അപ്പം ഈ ആളുകളെ കാണുമ്പോൾ ഒരു പുച്ഛം വരിക. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും, നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളായിരിക്കും, സ്വന്തം സഹോദരങ്ങളായിരിക്കും. അവരോടൊക്കെ എന്താവുക? ഒരുതരം പുച്ഛ മനോഭാവം വരിക. ഇതൊക്കെ എന്താണ്? ഇസ്ലാമിന് തീർത്തും വിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്
വന്ന് പോവുന്ന അദ്ദേഹത്തോട് സംസാരിക്കാൻ വരുന്ന ആളുകളുടെ റേഞ്ച് പല തരത്തിലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ അറിവ് നേടുന്തോറും വിനയാന്വിതരായിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ രീതി.